പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഇനി CPM പിടിമുറുക്കും. ഭരണത്തെ ശരിയായ ദിശയിലാക്കാൻ ഏകോപന സമിതിയും വരും. പാർട്ടിയിൽ ചർച്ച ചെയ്യാതെയുള്ള നയപരമായ തീരുമാനമൊന്നും ഇനി നടക്കില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും കാരണമാണെന്ന് CPM സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ പിണറായിക്ക് തിരിച്ചടിയാണ്. തിരുത്തലിന് നിർദ്ദേശങ്ങളുണ്ടാകും. ഇതിന് CPM സംസ്ഥാന സമിതി കർമ്മരേഖയും ഉണ്ടാകും. സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിനും പ്രശ്നങ്ങൾക്കും മുൻഗണന നിശ്ചയിക്കാനാണ് പാർട്ടി തീരുമാനം. ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ സമ്മതിച്ചു. രണ്ട് രീതിയിലുള്ള പ്രവർത്തന പദ്ധതിയാണ് CPM തയ്യാറാക്കുന്നത്. ഒന്ന് സംഘടനാ തലത്തിലും രണ്ടാമത്തെ സർക്കാർ തലത്തിലും നടപ്പാക്കേണ്ടതാണ്. സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ജനക്ഷേമ സർക്കാരായി മാറണമെന്നതാണ് നിർദ്ദേശം. ക്ഷേമ പെൻഷന്റെയും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യത്തിന്റെയും കുടിശ്ശിക തീർക്കലിനാണ് മുൻഗണന. SNDPയെയും CPM വിമർശിക്കുന്നുണ്ട്. BJPയുടെ വളർച്ച CPM തിരിച്ചറിയുന്നു. ഇതിനു പിന്നിൽ CPM വോട്ടുകളുണ്ടെന്നും മനസ്സിലാക്കുന്നു. ആദ്യമായാണ് ഇത്തരത്തിലൊരു തിരിച്ചറിവിൽ കേരളത്തിലെ CPM എത്തുന്നത്. പാർട്ടിയുടെ അടിത്തറയായ ഇഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടതിൽ SNDP നേതൃത്വത്തെ കുറ്റപ്പെടുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ബലികഴിക്കുന്ന നിലപാടുകളാണ് ഇപ്പോഴത്തെ നേതൃത്വം സ്വീകരിക്കുന്നതെന്നും സാധാരണ പ്രവർത്തകർക്കുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ CPM നടപടി സ്വീകരിക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. SNDP നേതൃത്വത്തെ കൈപ്പിടിയിലാക്കാൻ CPM ശ്രമിച്ചേക്കും. SNDP ശാഖകളിൽ സജീവമാകാൻ CPM അനുഭാവികളോട് CPM ആവശ്യപ്പെടും. SNDPയിലെ തെരഞ്ഞെടുപ്പ് കേസിലെ അടക്കം നിയമപ്രശ്നങ്ങളിൽ CPM കരുതലോടെ തീരുമാനമെടുക്കും. നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി BJPക്ക് വേണ്ടി സംസാരിക്കുന്നതും CPM ഗൗരവത്തോടെ കാണുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ SNDP നേതൃത്വത്തെ CPM വിമർശിക്കുന്നുവെന്നതാണ് വസ്തുത. സർവമത സമ്മേളനം നടത്തി എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സംഘപരിവാറിന് അനുകൂലമായി പല സ്ഥലത്തും SNDPയുടെ നേതൃനിരയിലുള്ളവർ സ്വീകരിക്കുന്നത്. മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായ നിലപാടല്ല ഇത്. SNDP രൂപീകരണം മുതൽ സ്വീകരിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു. ഈ ശ്രമങ്ങളെ ഫലപ്രദമായി കണ്ട് മുന്നോട്ടു പോകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. ക്രൈസ്തവരിൽ ഒരു വിഭാഗം ഭീഷണിയടക്കം പല കാര്യങ്ങൾ കൊണ്ട് BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ചില മേഖലകളിൽ ബിഷപ്പുമാരുടെ ഉൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു. തൃശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് ചോർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഭാഗത്തിന്റേതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്ന പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും നിലപാട് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയെന്നും CPM സമ്മതിക്കുന്നു.